So welcome to Competitive Cracker. എൻ്റെ പേര് പ്രണവ്. സോ കോമ്പറ്റേറ്റീവ് എക്സാംസ് കുറച്ച് പാടായി തോന്നുന്നുണ്ടോ? സോ CC ലേണിംഗ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. PSC, KTET, SET, NET, RRB, SSCE കൈൻഡ് ഓഫ് എല്ലാ എക്സാംസിനും നമ്മൾ മോക്ക് ടെസ്റ്റ്, ക്വസ്റ്റ്യൻ PDF, കറണ്ട് അഫയേഴ്സ്, നിങ്ങളുടെ റാങ്ക്, പെർഫോമൻസ് എല്ലാം നിങ്ങൾക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എക്സാം സീസൺ ആണല്ലോ വരുന്നത്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2025 സെപ്റ്റംബർ 12 SSCയുടെ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ SSC ഇപ്പോൾ സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നു. 15 മിനിറ്റ്സിൽ 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. എക്സാം അത്ര എളുപ്പമായിരിക്കും ഇനി വരുമ്പോൾ നമുക്ക് അത്ര ഷുവറിറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈസി അപ്രോച്ചസ്, ഓരോ ക്വസ്റ്റ്യന് ഈസിലി നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് എത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. So first question ഇതാണ്, that is arrange the fraction 5/9, 4/7, 3/5 and 2/3 in ascending order. ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് നോക്കി. that is 5/9, 4/7 ഇത് രണ്ടും ഞാൻ ആദ്യം എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ LCM എത്രയാണ്? 63 ആണ്. ഇത് കോപ്രൈം നമ്പേഴ്സ് ആണല്ലോ. 63 ആകുമ്പോൾ ഇവിടെ ഇൻറ്റു 7, ഇവിടെ ഇൻറ്റു 7, that is 35/63യും ഇവിടെ ഇൻറ്റു 9 ചെയ്താൽ 63, 36. അപ്പോൾ ഇതിൽ ഏതാ വലുത്? 36/63 ആണ് വലുത്. that is 4/7 ആണ് ഇവിടെ ഗ്രേറ്റർ. നമ്മളൊന്ന് ഓപ്ഷനിലേക്ക് പോയി നോക്കി. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 5/9 കഴിഞ്ഞിട്ടേ 4/7 വരാൻ പാടുള്ളൂ. ബാക്കി രണ്ട് കേസിനെ പറ്റി നമ്മൾ കൺസിഡറേ ചെയ്യുന്നില്ല. നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. ആദ്യം ഏതാ വരേണ്ടത്? 5/9 വരണം. അപ്പോൾ ഇത് പറ്റില്ല. ഇവിടെ 5/9 ലാസ്റ്റാണ് വന്നിരിക്കുന്നത്. അതായത് 5/9 ഏറ്റവും ഗ്രേറ്റർ എന്ന് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് 5/9 ഇതൊരു പോസിബിലിറ്റി ആണ്. ഞാൻ ഒരു ഡോട്ട് ഇട്ടു. തേർഡ് ഓപ്ഷൻ നോക്കിയേ, 2/3, 3/5, 4/7. 4/7 ആദ്യം വന്നിരിക്കുന്നു. ഇത് പോസിബിൾ അല്ല. നെക്സ്റ്റ് ഓപ്ഷനിൽ 4/7 ആണ് ആദ്യം വന്നിരിക്കുന്നത്. പോസിബിൾ അല്ല. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്, ആൻസറായി വന്നിരിക്കുന്നത്. സോ നോക്കൂ, 3/5, 2/3 നമ്മൾ കൺസിഡർ ഇവിടെ ചെയ്തിട്ടില്ല. ക്ലിയർ? സെക്കൻഡ് വൺ, സോ 2 1/2 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ആക്കുമ്പോൾ അത് 5/2 ആയി. അതൊന്നും നമ്മൾ എഴുതണ്ട. 5/2 is 2.5 അല്ലേ, പ്ലസ് 3.6. അപ്പോൾ എത്രയായി? 3 + 2 5, 0.6 + 0.5 1.1. അപ്പോൾ 5 + 1.1 6.1 ആയി. 6.1 മൈനസ് 2 ചെയ്ത് നോക്കിയേ. ദാറ്റ് ഇസ് 6.1 മൈനസ് 2 എത്രയാ? 4.1. പക്ഷെ ഇവിടെ 2 മൈനസ് ചെയ്യണ്ട, 1.9 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 0.1 കൂടി കുറയ്ക്കുക. ദാറ്റ് ഇസ് 4.1 നിന്ന് ഒരു 0.1 കൂടി കുറയ്ക്കുമ്പോൾ 0.1 കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 4.2. ക്ലിയർ? എന്താ പറഞ്ഞത്? 5/2 എന്ന് പറയുമ്പോൾ 2.5 പ്ലസ് 3.6 എത്രയായി? 5, 6.1. 6.1 നിന്ന് 1.9 മൈനസ് ചെയ്യേണ്ടത്. 6.1 നിന്ന് ഞാൻ 2 മൈനസ് ചെയ്തു. അപ്പോൾ 4.1 പ്ലസ് 0.1 ചെയ്യുമ്പോൾ എത്രയായി? 4.2 ആയി ആൻസർ. ക്ലിയർ? ദാറ്റ് ഇസ് ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. തേർഡ് വൺ നോക്കാം. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് 3/4 മൈനസ് 1/4 എത്ര? 2/4, അതായത് 1/2 അല്ലേ. സോ ഇത് 1/2 ആണ്. 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഇസ് 1/4 കിട്ടി. അപ്പോൾ ഇത്രയും കണക്ഷൻ കഴിഞ്ഞു. ഇനി 1/3 മൈനസ് 1/4 ചെയ്യുമ്പോൾ എത്രയാ? 4 മൈനസ് 3/12 ദാറ്റ് ഇസ് 1/12 ആയി. ഇത്രയും കണക്ട് ചെയ്തു. നൗ 5/6 ഇൻറ്റു 5/6 ഡിവൈഡഡ് ബൈ 1/12 ആണ്. ഫ്രാക്ഷണൽ ഡിവിഷനിൽ റെസിപ്രോക്കൽ ഇടുക. ദാറ്റ് ഇസ് ഇൻറ്റു 12/1. കട്ട് ചെയ്യുമ്പോൾ എത്രയായി? 10 ആയി അല്ലേ. അപ്പോൾ ഇത്രയും വരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി 7 1/4. 7 1/4 എത്ര വരിക? ഇംപ്രോപ്പർ ആക്കുമ്പോൾ 29/4 റൈറ്റ്. 29/4 മൈനസ് 10 എന്ന് പറയുമ്പോൾ 40/4. നോക്കിയേ, മൈനസ് 11/4. ഇത് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 11 4 2 8 3. അപ്പോൾ 2 3/4 ഒരു മൈനസ്. ദാറ്റ് ഇസ് ഓപ്ഷൻ നമ്പർ 3 മൈനസ് 2 3/4. അപ്പോൾ കണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, അതായത് 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊന്ന് അപ്രോച്ചബിൾ ആവും. ഈ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് കുറച്ച് ഈസി ആക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ആണ്. ഓവർ ബ്രാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഇല്ലാതെ വരുന്നതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു റിവേഴ്സ് ഓർഡറിൽ പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ സാമ്പിൾ ഓഫ് 200 software engineers, determine the ratio of those proficient in Python to those proficient in Java using the given information. അപ്പോൾ കുറച്ച് പ്രൊഫിഷ്യൻ്റ് ഇൻ പൈത്തൺ ആണ്, കുറച്ച് പ്രൊഫിഷ്യൻ്റ് ഇൻ ജാവയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, കാറ്റഗറി എന്താ അവർ തന്നിരിക്കുന്നത്? പ്രൊഫിഷ്യൻ്റ് ഇൻ പൈത്തൺ ആൻഡ് ജാവ. അപ്പോൾ പൈത്തണും ജാവയും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 50 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് വെൻ ഡയഗ്രം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നോക്കൂ, ഇത് പൈത്തൺ ഉള്ളി, അതിനെ ഇൻക്ലൂഡ് ചെയ്ത് ജാവ ഉള്ളി, ഇത് പൈത്തൺ ആൻഡ് ജാവ. ഓക്കെ,
സോ നോക്കൂ, പ്രൊഫിഷ്യന്റ് ഇൻ പൈത്തൺ ആൻഡ് ജാവ എത്രയാ? പ്രൊഫിഷ്യന്റ് ഇൻ പൈത്തൺ ആൻഡ് ജാവ 50. ഓക്കെ, ഇനി പ്രൊഫിഷ്യന്റ് ഇൻ പൈത്തൺ ഉള്ളി എത്ര വന്നു? 70. പ്രൊഫിഷ്യന്റ് ഇൻ ജാവ ഉള്ളി വന്നത് 60. ഇനി നെയ്തർ ലാംഗ്വേജിലുള്ളത്, അതായത് അതർ സെറ്റ് എത്രയാ വന്നിരിക്കുന്നത്? 20 ആണ് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ആണ് വേണ്ടത്. ഏതിന്റെ? പ്രൊഫിഷ്യന്റ് ഇൻ പൈത്തൺ ടു ദോസ് പ്രൊഫിഷ്യന്റ് ഇൻ ജാവ. ഓക്കെ, അപ്പൊ പൈത്തൺ എങ്ങനെ വരിക? പൈത്തണിന്റെ എങ്ങനെ വരിക? 70 ഉണ്ട്, ഈ 50 ഇൻക്ലൂഡഡ് ആണ്. സോ 70 + 50 ബൈ ജാവ ഉള്ളിയോ, അല്ലെങ്കിൽ ജാവ ഉള്ളിയല്ല, യൂസ് ജാവ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിലും ജാവ ഉണ്ട്. സോ 60 + 50 അല്ലേ. അപ്പൊ റേഷ്യോ എത്ര വന്നത്? 120/110. കട്ട് ചെയ്യുമ്പോൾ 12/11 ആണ് ആൻസർ വന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 ഇസ് യുവർ ആൻസർ. ഓക്കെ, ദോസ് പ്രൊഫിഷ്യന്റ് ഇൻ പൈത്തൺ ടു ദോസ് പ്രൊഫിഷ്യന്റ് ഇൻ ജാവ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ വെൻ ഡയഗ്രം യൂസ് ചെയ്തു, രണ്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് സെൻറ്ററിൽ വന്നിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. So Aravind started a business by investing rupees 80,000. After 4 months, Bhavin joined with 1,20,000. Okay, so at the end of 8 months from the start, Chandan joined with rupees 1,60,000. If the total profit is rupees 1,05,000 at the end of the year, find the share of Chandan. Chandan, ഇവിടെ പ്രോഫിറ്റ് ആണ് ഓൾറെഡി ഉള്ളത്. സോ ചന്ദന്റെ ഷെയർ, അല്ലെങ്കിൽ ചന്ദന് എത്ര റുപ്പീസ് ആണ് ആ പ്രോഫിറ്റ് എന്ന് അലോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, അരവിന്ദ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 80,000 അല്ലേ. അപ്പോൾ അരവിന്ദിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? തുടങ്ങുമ്പോൾ മുതലേ ഉണ്ട്, ഇൻറ്റു 12. ഓക്കെ, ടു റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എന്നാലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ്, ആഫ്റ്റർ 4 months ഭവിൻ ജോയിൻ. 4 മാസം കഴിഞ്ഞ് ഭവിൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഭവിൻ എത്ര മന്ത്സ് ഉണ്ടായി? 8 months ആണ് ഉണ്ടായത് അല്ലേ. സോ 1,20,000 ഇൻറ്റു 8. At the end of 8 months from the start, 8 മാസം കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി 4 മാസം ഉള്ളത് ആരെ ജോയിൻ ചെയ്ത്? ചന്ദൻ ജോയിൻ ചെയ്തു 1,60,000 യൂസ് ചെയ്തിട്ട്. അപ്പോൾ 1,60,000 ഇൻറ്റു 4, 8 months കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇവിടെ ആദ്യമേ പോയി മൾട്ടിപ്ലൈ ചെയ്യാതെ സീറോസ് എല്ലാം നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. 4, 4, 4. അപ്പോൾ എത്രയായി? 96, 96, 64. ക്ലിയർ? 96, 96, 64. അപ്പോൾ ഇവിടെ ഏതിലെ കട്ട് ചെയ്യാം? 8ന്റെ ടേബിളിൽ കട്ട് ചെയ്താൽ 12, 12 8 ആയി. 4ന്റെ ടേബിളിൽ കട്ട് ചെയ്താൽ 3, 3, 2 ആയി അല്ലേ. 3:3:2 ആണ് ഇവിടെ റേഷ്യോ വന്നിരിക്കുന്നത്. നൗ ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഇസ് 1,05,000 അല്ലേ, at the end of the year find the share of Chandan. ചന്ദന്റെ എത്രയാണ്? ചന്ദന്റെ റേഷ്യോ 2 ആണ്. ഔട്ട് ഓഫ് ദി ടോട്ടൽ റേഷ്യോ 8. അപ്പോൾ 2/8 ഇൻറ്റു 105,000, 105,000, റൈറ്റ്. ഇവിടെ 8ന്റെ ടേബിളിൽ കട്ട് ചെയ്താൽ 105 1 ടൈം. ഇവിടെ 225 ആയി. 25, 8, 3, ദാറ്റ് ഈസ് 24. 10 ആയി. 10ൽ 1, പിന്നെ 2 ആയി. അപ്പോൾ 20ൽ 16. 8 2s are 16. അപ്പോൾ 2, 4, 4ൽ 5. അപ്പോൾ 13,125 ഇൻറ്റു 2. അപ്പോൾ എത്ര വരിക? 13,125. 13,125 ഇൻറ്റു 2 എത്ര വന്നു? 10,152,6,2. 26,250 ആണ് ആൻസർ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 ഇസ് യുവർ ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. So A and B start a business. A invest 80,000 for 9 months. A എത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 80,000 ആണ്. 9 monthsലേക്കാണ് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്. 80,000 ഇൻറ്റു 9 ആൻഡ് B ഇൻവെസ്റ്റ് 1,20,000 for 6. B 1,20,000 for 6. മൾട്ടിപ്ലൈ ഇനീഷ്യലി ചെയ്യരുത്. 4 കട്ട് ചെയ്തു, 4 കട്ട് ചെയ്തു. അപ്പോൾ ഇത് 72, ഇതും 72. അപ്പോൾ 1:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എത്രയാ പ്രോഫിറ്റ്? 45,000 ആണ് പ്രോഫിറ്റ്. 1:1 എന്ന് പറയുമ്പോൾ പകുതി പകുതി, ദാറ്റ് ഈസ് 45 എന്ന് പറയുമ്പോൾ 22,500 വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 ഇസ് യുവർ ആൻസർ. ഓക്കെ, എങ്ങനെയാണ് 45നെ ഈക്വൽ ആയിട്ട് പെട്ടെന്ന് ഡിവൈഡ് ചെയ്തത്? ഇത് 2, 5ൽ 2 ടൈംസ് 4 ആയി. 2, 1 ക്യാരി ഓവർ. 10ൽ 2 5 ടൈംസ് 2 0. സോ 22,500 ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇവിടെ 9 8 are 72 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആണെങ്കിൽ. നെക്സ്റ്റ്, so what is the average of all integers between 100 and 250 that are exactly divisible by 11 അല്ലേ. 11ന്റെ ഫുള്ള് ടേബിൾ എഴുതി. ദാറ്റ് ഈസ് 99 ആണല്ലോ 100ന് മുന്നേ വരുന്നത്. സോ 99, പിന്നെ 110, 121, 132, 143 ഇങ്ങനെ എഴുതി 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 എവിടം വരെ പോവും? 250 വരെ പോവും. പക്ഷേ എക്സാം തീരുമോ? എക്സാം തീരും, നമ്മൾ തീരില്ല അല്ലേ. സോ ഇതിലെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു AP ഫോം ചെയ്യാൻ പോകാം. അറിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെ. അറിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് സെയിം ആണ് അല്ലെ. അറിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താ? ഇപ്പോൾ ഒരു 2, 4, 6, 8 ഇത് ഒരു AP ആണോ? AP ആണ്. കാര്യം എന്താ? ഇവരുടെ എല്ലാം കോമൺ ഡിഫറൻസ്
2 ആണ്. ഓക്കെ, അതുപോലെ ഒരു AP ഞാനിവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് വരിക നോക്കിയാൽ ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 100ഉം 250യുടെ ബിറ്റ്വീനിൽ ലെവലിൽ ഡിവിസിബിൾ ആയ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 99 ആണ് 100ന് മുന്നേ അല്ലേ? 11 9s are 99. പിന്നെ ഒരു 11 ആഡ് ചെയ്യുമ്പോൾ 110. അപ്പോൾ 110 ആണ് ഫസ്റ്റ് നമ്പർ. ലാസ്റ്റ് നമ്പർ നെക്സ്റ്റ് നമ്പർ എത്രയാ? 121 132. ലാസ്റ്റ് നമ്പർ എത്ര വരിക? 250യുടെ ബിറ്റ്വീനിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ 250നെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 times 22 3 30 പിന്നെയും 2 22. ക്ലിയർ? റിമൈൻഡർ എത്ര വരിക? 8. അപ്പോൾ 8 കുറച്ചാൽ 250ക്ക് മുന്നേ ഉള്ള 11ന്റെ നമ്പർ ലെവലിൽ ഡിവിസിബിൾ ആയ നമ്പർ കിട്ടും. സോ 250ന്ന് 8 കുറയ്ക്കുമ്പോൾ എത്ര വരിക? അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരിക? 242. റൈറ്റ്, 242 വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് നമ്പർ, ഇതാണ് എൻ്റെ ലാസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 200 പ്ലസ് 100 300 40 പ്ലസ് 10 50 ഒരു 2. അപ്പോൾ 352 ബൈ 2. ക്ലിയർ അല്ലേ? 352 ബൈ 2 ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. 3ൽ എത്ര ടൈംസ്? 1 ടൈം ക്യാരി ഓവർ 1. 50ൽ 2 7 ടൈംസ് ക്യാരി ഓവർ പിന്നെ 1. 12ൽ 2 6. അപ്പോൾ 176 ആണ് ഇവരുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റിലേക്ക് പോവാം. നോക്കൂ, ദ ആവറേജ് ഓഫ് 15 നമ്പേഴ്സ് ഇസ് 80. ഈ ക്വസ്റ്റിനെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുമല്ലേ, ഇത്രയും ക്വസ്റ്റിനും വായിച്ച് അത് 15 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കറക്റ്റാണ്. അപ്പോൾ ഈ കൊല്ലം ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തിനെസ് കുറച്ച് കുറയുമെന്ന് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? സോ നോക്കൂ, ദ ആവറേജ് ഓഫ് 15 നമ്പേഴ്സ് ഇസ് 80. 15 നമ്പേഴ്സിൻ്റെ ആവറേജ് 80 ആണ് അല്ലേ? സോ നോക്കൂ, 15 നമ്പേഴ്സിൻ്റെ ആവറേജ് 80 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ്? സം എത്രയായിരിക്കും? 15 × 8 പിന്നെ ഒരു 0. എത്രയാ? 10 × 8 is 80. 5 × 8 is 40. 80 40 120 ഒരു 0. ദാറ്റ് ഈസ് 1200 ആണ് ടോട്ടൽ. ഓക്കെ, ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ 72 ആണ്. ഫസ്റ്റ് 6 നമ്പേഴ്സിൻ്റെ 72 ആണ്. ദ ആവറേജ് ഓഫ് നെക്സ്റ്റ് 6 നമ്പേഴ്സ് ഇസ് 25 മോർ ദാൻ ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് 6 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 72നോട് 25% മോർ. 25% മോർ എന്ന് പറയുമ്പോൾ 5/4. റൈറ്റ്? കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 118. 18 × 5 is 90 ആണ് ഇവിടുത്തെ ആവറേജ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയായി? 6 × 72 പ്ലസ് 6 × 90 ചെയ്യാതെ 72 പ്ലസ് 90 എത്രയാ? 162. 162 × 6. ക്ലിയർ? 12 1 36 37 7 3. അപ്പോൾ 972 ആയി. ടോട്ടൽ 1200 ഉള്ളൂ, അതിൽ 972 ആയി. ബാക്കി എത്രയുള്ളത്? 1000 1200ലേക്ക് ഒരു 200, 72 1000ലേക്ക് ഒരു 28. അപ്പോൾ 228 ആണ് ബാക്കിയുള്ളത്. ഞാൻ ഇവിടെ പൊക്കത്ത് എഴുതുന്നുണ്ട്. 228 ആണ് ഇനി ലെഫ്റ്റ് ഓവർ ഉള്ളത്. നമുക്ക് വായിക്കാം. The 13th number is 8 more than the 15th number and the 14th number is 10 less than the 15th number. What is the average of 13th and the 14th number എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, 13th നമ്പർ ഉണ്ട്, 14th നമ്പർ ഉണ്ട്, 15th നമ്പർ ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും കമ്പയർ ചെയ്തിരിക്കുന്നത് 15th നമ്പർ യൂസ് ചെയ്തിട്ടാണ്. സോ ഞാൻ 15th നമ്പറിന് എക്സ് എന്ന് കൊടുക്കുന്നു. റൈറ്റ്? The 13th number is 8 more than 15th number. അപ്പോൾ 8 more എന്ന് പറയുമ്പോൾ x plus 8. 14th number is 10 less എന്ന് പറയുമ്പോൾ x minus 10. Done. അപ്പോൾ ഇവിടെ നോക്കൂ, വാട്ട് ഈസ് ദി ആവറേജ് ഓഫ് 13th ആൻഡ് ദി 14th നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് മൂന്നും കൂടി, ഈ 3 നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ 228 ആണല്ലോ. ക്ലിയർ ആണല്ലോ അത്? സോ ഇവിടെ എത്ര വരിക? x plus x plus x 3x. 8 minus 10 is minus 2 is equal to 228. അപ്പോൾ 3x is equal to 230. x is equal to 230/3. അപ്പോൾ x 230/3 കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? ആവറേജ് ഓഫ് 13th ആൻഡ് 14th നമ്പർ കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ ബൈ നമ്പർ. അപ്പോൾ ഇവിടെ 13th 14th നമ്പർ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2x minus 2. കറക്റ്റ് അല്ലേ? സോ 2x minus 2/2. ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ബൈ നമ്പർ. ഇവിടെ നിന്ന് 2 കോമൺ എടുത്താൽ x minus 1/2 കട്ട് ചെയ്താൽ x minus 1 ആണ് ആവറേജ്. x എത്രയാ? 230/3. അപ്പോൾ സോ 230/3 minus 1 എന്ന് മൈനസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. സോ 3/3 ആവും. ദാറ്റ് ഇസ് 227/3 ആണ് നമ്മുടെ ആൻസർ വരിക. 227/3 ഒന്ന് അപ്രോക്സ് ചെയ്തേ. 22ൽ 3 എത്ര ടൈംസ് പോകും? 7 ടൈംസ്. ഓക്കെ, 22ൽ 3 7 ടൈംസ് വരും. ക്യാരി ഓവർ എത്ര? 1 വന്നു. 17ൽ 3 എത്ര പോവുക? 5 ടൈംസ് അല്ലേ? അപ്രോക്സ്. സോ 75 ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 8 ഇസ് ആൻസർ 75.67. എന്തായാലും 8 അല്ല 80 അല്ല. നമുക്ക് 22ൽ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ആണ് വരുന്നത്.
പക്ഷെ 70 അല്ല, ക്യാരി ഓവർ വന്നത് 1 ആണ്. അപ്പോൾ അത് നമ്പർ 17 ആയി. 370 5 ടൈംസ്. ബാക്കി പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കൺഫ്യൂസ് ആവണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 8 ഓപ്ഷൻ 3 75.67 is your answer. Done. നോക്കൂ, എ ലാൻഡ് ലോഡ് ബോട്ട് എ ഫ്ലാറ്റ് ഫോർ rupees 8 lakh. 8 lakhന് ഒരു ലാൻഡ് ലോഡ് ഒരു ഫ്ലാറ്റ് വാങ്ങി. He wants to earn a 9% annual return on his investment after paying 2000 per month for maintenance. 2000 per month മെയിൻ്റെനൻസിന് കൊടുക്കും. അതിനുശേഷം ആൾക്ക് ടോട്ടൽ എന്ത് ചെയ്യണം? 9% ആനുവൽ റിട്ടേൺ വേണം. വാട്ട് ഷുഡ് ബി ദ മന്ത്ലി റെന്റ് ഹി ചാർജസ്? അയാൾ എത്ര റെന്റ് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, 8 lakh ആണ്. 8 lakhനാണ് അയാൾ അത് പെർച്ചേസ് ചെയ്തത്. അയാൾക്ക് എത്ര പെർസെൻറ്റാണ് വേണ്ടത്? 9% അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 9/12 അല്ലേ? 12 അല്ലേ? 9/12, കാര്യം മന്ത്ലി ആണല്ലോ. പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ ഒരു 2 0 കൂടി ഇട്ടു. ക്ലിയർ? കട്ട് ചെയ്തു. അപ്പോൾ എത്രയാണ് വരിക? ഇത് 3, ഇത് 4, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2. സോ 2 × 3 6,000 ആണ് ഇവിടെ കിട്ടിയത്. പക്ഷെ ഇതാണ് റിട്ടേൺ. പക്ഷേ എക്സ്ട്രാ ആൾ എന്ത് ചെയ്യണം? ഒരു 2,000 കൂടി എന്തിനു കൊടുക്കണം? മെയിൻ്റെനൻസിന് കൂടി പ്രൊവൈഡ് ചെയ്യണം. സോ 6,000 + 2,000 എത്ര വരിക? 8,000 ആണ് അയാൾ ചാർജ് ചെയ്യേണ്ട റെന്റ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 3 is your answer. ക്ലിയർ ആണല്ലോ? 9, ക്വസ്റ്റ്യൻ നമ്പർ 9 ഓപ്ഷൻ 3 8,000. ഓക്കെ. സോ 10th one, an amount is set to double in 5 years. ഒരു എമൗണ്ട് ഉണ്ട് P, അതെന്ത് ചെയ്യും? 2p ആവും 5 കൊല്ലത്തിൽ. അപ്പോൾ ഈ 2p എന്താവും? 4p ആവും 5 കൊല്ലത്തിൽ. 4p എന്താവും? 8p ആവും 5 കൊല്ലത്തിൽ. 8p എത്രയാവും? 16p ആവും 5 കൊല്ലത്തിൽ. ഇതാണല്ലോ ആ റേഷ്യോ പോകുന്നത്. അപ്പോൾ നോക്കുക, എമൗണ്ട് സെറ്റ് ടു ഡബിൾ ഇൻ 5 years വിത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ദ എമൗണ്ട് ടു ഗ്രോ 8 times ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ? ഈ പി എന്താവണം? 8p ആവണം അല്ലേ? അപ്പോൾ എത്രയാവണം? 5, 10, ഒരു 5, 15. സോ 15 yearsൽ ഇത് 8 times ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ആവും. ക്ലിയർ ആണല്ലോ? ഓക്കെ. 11th one. സോ a sum becomes 660 in 2 years, 6600 in 2 years and 7920 in 3 years. അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ സം, ആ ഇനീഷ്യൽ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഇയേഴ്സിലും 3 ഇയേഴ്സിലും അല്ലേ? 2 ഇയേഴ്സിൽ 6600 ആവും, 3 ഇയേഴ്സിൽ 7920 ആവും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 0 കട്ട് ചെയ്തു. 11ൻ്റെ ടേബിളിൽ 60, ഇവിടെ 7, 72. 12ൻ്റെ ടേബിൾ എടുത്താൽ ഇവിടെ 5, ഇവിടെ 6 ആവും. റൈറ്റ്? 5:6 ആണ് സെക്കൻഡിൽ തേർഡിലത്തെയും റേഷ്യോ വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ 1, 2, പ്രിൻസിപ്പൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ. അപ്പോൾ എല്ലാത്തിൻ്റെയും റേഷ്യോ 5:6 തന്നെ വരണം അല്ലേ? അപ്പോൾ ഇവിടെ 5:6 ആണെങ്കിൽ ഇവിടെയും 5:6 ആണ്. സോ ഇവിടെ ടുഗദർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് 25 പ്രിൻസിപ്പളിൻ്റെ, സെക്കൻഡ് ഇയറിൻ്റെ 36. ക്ലിയർ ആണല്ലോ? അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ റേഷ്യോ 36 ആണ്. അതിനോട് കറസ്പോണ്ട് ചെയ്ത വാല്യൂ ആണല്ലോ 6600. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഈ ഫസ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 6600 കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന റേഷ്യോ 36 ആണ്. അതപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു റേഷ്യോയുടെ വാല്യൂ കിട്ടും. നമുക്ക് വേണ്ടത് 25 ആണ് അല്ലേ? സോ 6ൻ്റെ ടേബിളിൽ കട്ട് ചെയ്താൽ ഇത് 1100/6. ക്ലിയർ? 1100/6. പിന്നെയും 2ൻ്റെ ടേബിളിൽ കട്ട് ചെയ്താൽ ഇറ്റ് ബിക്കംസ് 550/3 × 25. അപ്പോൾ നോക്കൂ, 55 × 25 എത്ര വരിക? 5 5 is 25, 5, 2 carry over, 25 + 10 35 + 2 37, 7 3. അപ്പോൾ 1375 ആയി. റൈറ്റ്? 5 5 is 25, 5 2 carry over, 25 + 10 35, 7 3 carry over, 10 13, 13750 ആയി ബൈ 3 അല്ലേ? 13750/3. അപ്പോൾ എത്രയായി? 4 വന്നു. 4 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ല. Now 12 ആയി, 1 വന്നു, 7 വന്നു. സോ 15 ആണ് അല്ലേ? 17ൽ 3, 5 times 15. അപ്പോൾ 4 5ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ 3 is your answer. എക്സാക്ട് വാല്യൂയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ആ റേഷ്യോ, കമ്പൈൻഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ the question is solved. Clear? So Suman purchased 25 liters of milk at 45 rupees per liter and another at 15 liters of milk at 50 per liter. She combined both quantities and then sold the entire mixture at rupees 48 per liter. What was the total profit or loss ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ ഫോമിൽ എന്താ കമ്പൈൻ ചെയ്യുമ്പോൾ N1P1 + N2P2/N1 + N2. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്ര വന്നു? N1 25, ഇത് P1. ക്ലിയർ? അപ്പോൾ എത്രയാ? 25 × 45 പ്ലസ് നെക്സ്റ്റ് എത്ര വന്നു? 15 × 50/N1 + N2 എന്ന് പറയുമ്പോൾ 25ഉം 15ഉം 40. ഇവിടെ 5 കോമൺ എടുത്ത് കട്ട് ചെയ്താൽ ഇതും 5ൽ കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 5 × 45 + 3 × 50/8.
ക്ലിയർ? 45 into 5 എന്ന് പറയുമ്പോൾ 40 into 5 is 200, 5 into 5 25. 225 plus 150 by 8 വന്നു, that is 375 by 8 അല്ലേ? 375 by 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അപ്രോക്സ് വാല്യൂ എത്രയായിരിക്കും നോക്കിയേ. ഡിവൈഡ് ചെയ്യുമ്പോൾ 32 4 32 എന്ന് പറയുമ്പോൾ ഇവിടെ 5, അപ്പോൾ 7 ആണ് വരുന്നത്, അല്ല സോറി 6 ആണ് വരുന്നത്. അപ്പോൾ 46 ആണ്, പക്ഷേ ഇത് സെല് ചെയ്തിരിക്കുന്നത് 48-നാണ് അല്ലേ? അപ്പോൾ എന്തായാലും പ്രോഫിറ്റ് ആണ്. അപ്പോൾ ലോസിൻ്റെ ഓപ്ഷൻസ് നമുക്ക് രണ്ടും കട്ട് ചെയ്യാം. ഓക്കെ, ഇനി പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 48 മൈനസ് 375 by 8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 48 into 8 ചെയ്താൽ 64 6 32 38 384. സോ 384 മൈനസ് 375 അപ്പോൾ എത്രയായി? 9/8 അല്ലേ? ഇത് എത്ര വാല്യൂയുടെ മിക്സ്ചറിനെയാണ് നോക്കേണ്ടത്? 25ഉം 15ഉം കൂടി 40 ആണ്. അപ്പോൾ 40യുടെ വാല്യൂ എത്ര വരിക? 9/8 ഒരെണ്ണത്തിൻ്റെയാണ്, 40യുടെ വരുമ്പോൾ 5 into 9 is 45. അപ്പോൾ പ്രോഫിറ്റ് ₹45 ആണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ എ ടോയ് മാനുഫാക്ചർ produce 1200 cars at a total cost of 90,000. അപ്പോൾ 90,000 ആണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? ടോട്ടൽ കോസ്റ്റ് 90,000 ആണ്. 90,000 ആണ് ടോട്ടൽ കോസ്റ്റ്. Now he donated 200 cars to a charity event. For this rest he announced a 10% discount on the market price. അപ്പോൾ 200 cars എങ്ങോട്ട് പോയി? ചാരിറ്റിക്ക് പോയി. അപ്പോൾ ആകെ എത്ര കാർസേ ഉള്ളൂ? 1000 കാർസേ ഉള്ളൂ കയ്യിലിപ്പോൾ. Okay, for this he announced a discount, 10% discount on the market price of 120 per car. 120 per കാറിൽ ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തു. എത്ര? 10% ഡിസ്കൗണ്ട്. അപ്പോൾ 120യുടെ 10% എന്ന് പറയുമ്പോൾ 12, അത് കുറച്ചു. ദാറ്റ് ഈസ് 108 ആണ് എമൗണ്ട് ഉള്ളത്. ക്ലിയർ? He also offered 2 toy cars free for 8 toy car purchased. അതായത് 8 കാർ പർച്ചേസ് ചെയ്താൽ 2 കാറും കൂടി 10 കാർ കൊടുക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 8 കാർ മേടിച്ചാൽ 8 കാർസ് പർച്ചേസ് ചെയ്താൽ എക്സ്ട്രാ ഒരു 2 കൂടി കൂട്ടി 10 കാർസ് ആണ് കൊടുക്കുക. പക്ഷെ എത്രേൻ്റെ വാല്യൂ കിട്ടുള്ളൂ? 8 കാറിൻ്റെ വാല്യൂ കിട്ടുള്ളൂ അല്ലേ? നമ്മുടെ കയ്യിൽ എത്ര കാറാണുള്ളത്? 1000 കാറാണുള്ളത് അല്ലേ? 1000 ആണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഈ 10,000 ആവാൻ എത്രയാ? ഇൻറ്റു 100. അപ്പോൾ ഇവിടെയും ഇൻറ്റു 100 അല്ലേ? അപ്പോൾ 8,000 കാർസിൽ 800 കാർസിൻ്റെ കോസ്റ്റേ നമുക്ക് കിട്ടുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ 800 കാർസിൻ്റെ കോസ്റ്റ് എത്രയാ? 800 into 108. അപ്പോൾ എത്ര വരും? 100 into 8 എത്രയാ? 800. 8 into 8 64. ഓക്കെ, അപ്പോൾ 86400 ഇത്ര എമൗണ്ടേ കയ്യിൽ കിട്ടുന്നുള്ളൂ. എത്രയാണ് കോസ്റ്റ്? 90,000. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ലോസ് ആണ്. ലോസ് പെർസെൻ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ലോസ് പെർസെൻ്റ് കണ്ടുപിടിക്കുക? ലോസ് ബൈ CP into 100. ലോസ് എത്രയാ? 87 to 90 ആണെങ്കിൽ 3000, ഒരു 600 കൂടി. അപ്പോൾ സോ 3600 ബൈ CP എത്ര വന്നു? 90,000 into 100. 4% ലോസ് ആണ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1 is your ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് 2 കാറിൻ്റെ കോസ്റ്റ് ഇവിടെ എടുക്കുന്നില്ല, അത് ഫ്രീയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 8 കാറിൻ്റെ പൈസയ്ക്ക് 10 കാർ കൊടുക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ. സോ റീറ്റെയിലർ മാർക്സ് an air conditioner at 80% above its cost price. അപ്പോൾ 80% above കോസ്റ്റ് പ്രൈസിൽ ഒരു പ്രൊഡക്റ്റിനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു റീറ്റെയിലർ ആൻഡ് കോസ്റ്റ് പ്രൈസ്. ഈ ഓഫേഴ്സ് എ ഫസ്റ്റ് ഡിസ്കൗണ്ട് ഓഫ് 25% ഓൺ മാർക്ക് പ്രൈസ്. നമുക്ക് ചെയ്ത് പോവാം. 100നെ 180ക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, ഒരു 25% ഡിസ്കൗണ്ട് ആദ്യം കൊടുക്കുന്നു. അപ്പോൾ സോ 180യുടെ 25% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 1/4 കുറയ്ക്കുന്നു അല്ലേ? ദാറ്റ് ഇസ് 3/4. അപ്പോൾ എത്രയാണ്? 90/2 45. 45 into 3 135. 135ലേക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രൈസിൽ സെല് ചെയ്യാം. ഡ്യൂറിങ് എ ഫെസ്റ്റീവ് ഓഫർ ആൻ അഡീഷണൽ ഡിസ്കൗണ്ട് ഓഫ് 10% പിന്നെയും കൊടുത്തു. അപ്ലൈഡ് ഓൺ ദ ഓൾറെഡി ഡിസ്കൗണ്ടഡ് പ്രൈസ്. അപ്പോൾ ഈ 135ന്ന് ഒരു 10% കൂടി കുറച്ചു. 135ൻ്റെ 10% എന്ന് പറയുമ്പോൾ 13.5. അത് പിന്നെയും കുറച്ചു. ദാറ്റ് ഇസ് എത്രയായി? 121.5 ആയി അല്ലേ? 121.5 പ്ലസ് 13.5 135 ആയല്ലോ. ക്ലിയർ? നൗ ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഇസ് rupees 15,552. സെല്ലിംഗ് പ്രൈസ് ഇതാണ്. ദാറ്റ് ഇസ് ഇതിനെ കറസ്പോണ്ട് ചെയ്യുന്ന എത്രയാ? 1552 ആണ്. ക്ലിയർ? അല്ല, 3 5 ഉണ്ടല്ലേ? 1555. ദാറ്റ് ഇസ് 15,552 ആണ് അതിനെ കറസ്പോണ്ട് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ എയർ കണ്ടീഷണർ. അപ്രോക്സിമേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ദാറ്റ് ഇസ് 15,552. അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന 121.5 ആണ്. കറക്റ്റ്. സോ അപ്രോക്സിമേറ്റ് കോസ്റ്റ് പ്രൈസ് ചോദിച്ചിരിക്കുന്നത്
അപ്പോൾ നമുക്ക് വേണ്ടത് 100ന്റെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഞാൻ കളഞ്ഞാൽ എനിക്ക് ഇവിടെ ഇൻറ്റു 1000 എഴുതാമല്ലോ. ഈ പോയിന്റ് ഞാൻ കളയുന്നു. ദാറ്റ് ഈസ് 15,552 1215. ക്ലിയർ. 100ന് പകരം പോയിന്റ് കളഞ്ഞാൽ 1000 കിട്ടും. ഇനി ഇത് ഏതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 7, 8, 9, 6, 11, 16, 18. 18ഉം 9. അപ്പോൾ 9ന്റെ ടേബിളിൽ പോകും. ക്ലിയർ. അപ്പോൾ 1 ഇവിടെ 6 ആയി. 65ൽ എത്ര പോവാ? 64 പോകും അല്ലേ. 6 9 54, 63. അപ്പോൾ 7 2 25ൽ 9 2 ടൈംസ് ബാക്കി 7 72. അപ്പോൾ എത്ര 8 ആയി. ഇവിടെ 1 2 2 9 18 21 25 7 8 9 എന്താ പറ്റിയ 9 3 31ൽ 9 27 3 ആണ്. ബാക്കി 4 5. അപ്പോൾ 135ഉം 1728 ആയി. ഇത് ഇനി 9ൽ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? 8 10 18 ഇതും കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ 1728ൽ 17ൽ 9 1 ടൈം ബാക്കി 8 വന്നു. 82ൽ 9 ബാക്കി പിന്നെ 1 വന്നു. അപ്പോൾ 80ൽ 2. അപ്പോൾ 192 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1 4 വന്നു. 45ൽ 9 5. അപ്പോൾ 15 ആയി. അപ്പോൾ 192/15 × 1000. ഇത് 5ന്റെ ടേബിളിൽ കട്ട് ചെയ്താൽ 200 ആയി. ഇവിടെ 3 ആയി. ക്ലിയർ. അപ്പോൾ 192 × 200/3. 192 × 2 എന്ന് പറയുമ്പോൾ 100 × 2 200, 90 × 2 180. അപ്പോൾ 200ഉം 180യും 384. 380 പ്ലസ് ഒരു 2 × 2 4 ഉണ്ട്. അപ്പോൾ 384. സോ 38400/3 ആണ് വരുന്നത്. ക്ലിയർ. സോ 1 2 ടൈംസിൽ 6 ആയി. ഓപ്ഷൻ 1 2ൽ തുടങ്ങുന്ന പറഞ്ഞേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 12,800. ഇത് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 വന്നു. 24ൽ 8 ആയി. 2 0. ക്ലിയർ. അപ്പോൾ ഓപ്ഷൻസിൽ എപ്പോഴും ഒരു കണ്ണ് വച്ചാൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി പെട്ടെന്ന് മാർക്ക് ചെയ്ത് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. 40 ലിറ്റർ മിക്സ്ചർ കണ്ടെയ്ൻസ് ജ്യൂസ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 5:3. 5:3 റേഷ്യോയിൽ ജ്യൂസ് ആൻഡ് വാട്ടർ ഉണ്ട് ഒരു കണ്ടെയ്നറിൽ. ഹൗ മച്ച് വാട്ടർ? അപ്പോൾ നോക്കൂ, 40 ലിറ്റർ ആണ്. 5:3. അപ്പോൾ എത്രയായി? 5/8 × 40 അല്ലേ. 5/8 × 40 ചെയ്താൽ ഇവിടെ എത്രയായി? 5. അപ്പോൾ 25 ആണ് ഏതുള്ളത്? ജ്യൂസ് ഉള്ളത്. വാട്ടർ എത്രയുള്ളത്? അപ്പോൾ 15 ആയിരിക്കും വാട്ടർ. സോ ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു ദിസ് മിക്സ്ചർ? ഈ മിക്സ്ചറിലേക്ക് എത്രയോ വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ ഈ 25 ഇങ്ങനെ തന്നെ നിൽക്കുന്നു. വാട്ടർ എത്രയോ ആഡ് ചെയ്യുന്നു. ടു മേക്ക് ദിസ് മിക്സ്ചർ must be added to this mixture to change the ratio of juice and water to 2:3. 2:3ലേക്ക് മാറ്റണം. അപ്പോൾ 25 ഇങ്ങനെ ഉണ്ട്. പ്ലസ് 15ലേക്ക് ഒത്തിരി വാട്ടർ ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ മിക്സ്ചർ എന്താവും? 2/3 ആവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 75 പ്ലസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 75 is equal to ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 30 + 2x ആവും. ഇങ്ങോട്ട് വരുമ്പോൾ 45 is equal to 2x. അപ്പോൾ x is equal to എത്രയായി? 22.5 ആയി അല്ലേ. സോ 22.5 ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ. നെക്സ്റ്റ്, A is able to complete a task in 15 days, B 20. സെയിം ടാസ്ക് അല്ലേ. സെയിം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ A 15 എടുക്കുന്നു, B 20 days ആണ് എടുക്കുന്നത്. ക്ലിയർ. സോ ഇഫ് ദേ കൊളാബറേറ്റ് ആൻഡ് വർക്ക് ടുഗദർ ഫോർ 4 days, 4 days ടുഗദർ വർക്ക് ചെയ്യുന്നു. ഇനി എത്ര ഫ്രാക്ഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, A എത്ര ഡേയ്സാ? 15. B എത്രയാ? 20. അപ്പോൾ ഇവിടെ LCM വരുന്നത് 60 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി ഈസ് 4, ബിയുടെ എഫിഷ്യൻസി ഈസ് 3. ഇവർ എത്ര ഡേയ്സ് വർക്ക് ചെയ്യുന്നു? 4 ദിവസം വർക്ക് ചെയ്യുന്നു ഈ 2 പേരും കൂടി. അപ്പോൾ എഫിഷ്യൻസി 7, 4 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ എത്ര? 28 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ. 7 എഫിഷ്യൻസിയിൽ 4 ഡേയ്സ്, ദാറ്റ് ഈസ് 28 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വർക്ക് സ്റ്റിൽ റിമെയിൻ? അപ്പോൾ എത്രയായി? ബാക്കി എത്ര ഉള്ളത്? 32/60 ആണ് ഉള്ളത് അല്ലേ. കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 16/30, പിന്നെയും 2ൻ്റെ ടേബിളിൽ പോയാൽ 8/15 വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 17. 2 oil priced at ₹90 per kg and 150 per kg are blended. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ അവരെ കമ്പൈൻ ചെയ്യുന്നു, ടുഗെദർ ആക്കി. അപ്പോൾ എങ്ങനെ ചെയ്യാം? നേരത്തെ പോലെ തന്നെ ദിസ് ഈസ് P1, ദിസ് ഈസ് P2 അല്ലേ. നമുക്ക് N1 ക്വാണ്ടിറ്റി അറിയില്ല. അപ്പോൾ നോക്കൂ, N1 P1 പ്ലസ് N2 P2 ബൈ N1 പ്ലസ് N2 അല്ലേ. ഇതിൻ്റെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? സോൾഡ് അറ്റ് 144 per kg. അപ്പോൾ ഏതിൻ്റെയോ 80 ആണ് ഇത് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സിൻ്റെ 120. പ്രോഫിറ്റ് മാർജിൻ 20 ആണ്. 120% ആണ് എത്ര വന്നത്? 144 വന്നത്. സോ എക്സ് ഇസ് 144 × 100/120. ക്ലിയർ. സോ ഇവിടെ 12 2 × 10 is 20. അപ്പോൾ 120 ആണ് ആൻസർ വരിക. ദാറ്റ് ഈസ് 120 ആണ് ഇവിടെ നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ.
അപ്പോൾ ഇവിടെ എത്രയായി? n അറിയില്ല, ദാറ്റ് ഇസ് P1 പ്രൈസ് 1, ദാറ്റ് ഇസ് N1 90 പ്ലസ് 150 ഇൻറ്റു N2 ബൈ N1 പ്ലസ് N2 ആണ് 120 വന്നിരിക്കുന്നത്. ഓക്കെ, 120 വന്നിരിക്കുന്നത് ക്രോസ് ചെയ്യുന്നു. സോ എത്ര വന്നു? 90 N1 പ്ലസ് 150 N2 ഇസ് ഈക്വൽ ടു 120 N1 പ്ലസ് 120 N2. ഇവിടെ N1 N2 ഒക്കെ 150 ആണ്. N2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 30 N2 ആയി. ഈ N1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 30 N1 ആയി. അപ്പോൾ റേഷ്യോ എത്ര വന്നു? 1:1. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ 3 pipes ABC are capable of filling a tank in 6, 8 and 12 hours respectively. When all 3 pipes are open together, they operate for 2 hours before pipe C is closed. അപ്പോൾ 3 പൈപ്പ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് 2 മണിക്കൂറിലേക്ക്. ആ ആഫ്റ്റർ 2 hours പൈപ്പ് സി എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ABC ഉണ്ട് 6, 8, 12 അല്ലേ? അപ്പോൾ ഇവിടെ LCM വരുന്നത് 24 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 4, ഇവിടെ 3, ഇവിടെ 2 hour ആണ് ഇത് മൂന്നും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 + 3 7, 7 + 2 9, 9 × 2 18 വർക്ക് തീർത്തു. ക്ലിയർ? ക്ലോസ് ചെയ്തു. ഇനി ഹൗ മച്ച് അഡീഷണൽ ടൈം? ഇനി എത്ര ടൈമാണ് അത് തീർക്കാമെന്നാണ്. അപ്പോൾ 6 ആണ് വർക്കിന് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ നമ്പർ 1 6/7 ആണ് നമ്മുടെ ആൻസർ വരിക. 7 എവിടെ നിന്ന് വന്നു? സി ഇല്ല, ഇനി സി ക്ലോസ് ചെയ്തു. ഇനി എയും ബിയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? Moving on to the next one. So a bullet train covers a fixed distance of 30 minutes at an average speed of 240 km/h. Due to track maintenance, it needs to be diverted, increasing the distance by 20%. Clear? If the train needs to arrive its destination on time, അതായത് 30 minutes-ൽ തന്നെ ആ ഡെസ്റ്റിനേഷൻ എത്തണം. What should its new average and speed be in km/h ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. ടൈം ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സ്പീഡ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ സ്പീഡ് എന്തോരം കൂടുന്നു അത്രയും ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് 20% ആണ് കൂടുന്നത്. അപ്പോൾ സ്പീഡും അത്രയും തന്നെ കൂടണമല്ലോ. അപ്പോൾ 240-യുടെ 120% ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 24 × 10 is 240, 2 × 24 is 48. അപ്പോൾ 240-യും 48-ഉം 288 വരും. ദാറ്റ് ഇസ് 288. ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. 2 cars X and Y start from the points 360 km apart. Clear? And travel at constant speeds. ഒരേ സ്പീഡിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. ഇഫ് ദേ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, അതായത് ഒരു എക്സ് ഉണ്ട് ഒരു വൈ ഉണ്ട്, ഇവരുടെ അപ്പാർട്ട് 360 ആണല്ലേ. ഇഫ് ദേ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ ആണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് സ്പീഡ് X + Y ആണ് വരിക. എത്രയാണ് മീറ്റ് ചെയ്യുക? 4 hours മീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് X + Y എത്ര വന്നു? 90 വന്നു. 360/4 90 വന്നു. ഇഫ് ദേ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 360/x - 5 ഇസ് ഈക്വൽ ടു എത്രയാണ് വന്നത്? 12 ആണ് വന്നത്. അപ്പോൾ X - Y എത്രയായി? 360/12 30 അല്ലേ? ഈ ഇക്വേഷൻസിനെ ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസലായി. 2x is 120, എക്സ് എത്ര വന്നു? 60. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 60 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ? നെക്സ്റ്റ് വൺ. So a circular pizza having a radius of 21 cm. Okay, ഒരു പിസയുടെ സർക്കിളിലുള്ള പിസയുടെ റേഡിയസ് എത്ര വന്നിരിക്കുന്നത്? 21 cm ആണ്. ക്ലിയർ? If 75% of it is eaten, കഴിഞ്ഞു, what is the area of the pizza remaining? അപ്പോൾ നോക്കിയോ, സർക്കിളാണ്, πr², 22/7 × 21 × 21. അതിൻ്റെ 75% കഴിഞ്ഞു, ബാക്കി 1/4 ഉള്ളൂ. 25% കട്ട് ചെയ്യുന്നു. 3, 11, 2. അപ്പോൾ ഇത് എത്രയും 63 × 11, 63-യും 11-ഉം, ദാറ്റ് ഈസ് 3, 6 + 3 9, 693 ആയി അല്ലേ. സോ 693/2. അപ്പോൾ എത്രയാണ് റിമൈനിങ്? 3 വെച്ചാണ് തുടങ്ങുന്നത്. കഴിഞ്ഞു. ദാറ്റ് ഈസ് 3, 4. ക്ലിയർ? അപ്പോൾ അതാ ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. സോ എ റിംഗ് ഷേപ്ഡ് ഡിസ്ക്, ഔട്ടർ റേഡിയസ് 10 ആൻഡ് ഇന്നർ റേഡിയസ് 7. ഇന്നർ റേഡിയസ് 7-ഉം ഔട്ടർ റേഡിയസ് 6-ഉം ആണ്. ഓക്കെ, എന്തിൻ്റെയാണ്? ഒരു റിംഗ് ഷേപ്ഡ് ഡിസ്കിൻ്റെ. ക്ലിയർ? വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് ദ റിംഗ്സ് ഏരിയ ടു ദി ഓൾഡ് ഔട്ടർ സർക്കിൾ? അപ്പോൾ നമുക്കൊരു ഔട്ടർ സർക്കിൾ ഉണ്ട്, ഒരു ഇന്നർ സർക്കിളും ഉണ്ട്. ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് 7-ഉം ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് 10-ഉം. അപ്പോൾ ഇതാണല്ലോ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ വരിക?
വലിയതിനെ ഞാൻ 10 is equal to R1 7 is equal to R2 ആക്കി മൈനസ് ചെയ്യുമ്പോൾ പൈ R1 സ്ക്വയർ മൈനസ് പൈ R2 സ്ക്വയർ ബൈ എന്തിനെ കമ്പയർ ചെയ്യുക, ഔട്ടർ സർക്കിളിനെയാണ്. അപ്പോൾ പൈ R1 സ്ക്വയർ. ഇവിടുന്ന് പൈ കോമൺ എടുത്താൽ പൈ എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ R1 സ്ക്വയർ 10 സ്ക്വയർ, സോ 100 മൈനസ് 49 ബൈ 100. സോ ഇത് എത്രയായി, 51/100 ആയി. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, 1/2 അല്ലെങ്കിൽ 1:2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. സോ ബൈസൈക്കിൾ വീൽ ഹാവിംഗ് എ റേഡിയസ് ഓഫ് 35 cm. വാട്ട് പെർസെൻറ്റ് ഓഫ് ഇറ്റ് സർക്കംഫറൻസ് ഇസ് കവേർഡ് ഇൻ എ ക്വാർട്ടർ ടേൺ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ വാല്യൂ യൂസ് ചെയ്ത് സർക്കംഫറൻസ് 2πr ഒന്ന് യൂസ് ചെയ്തിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, ഒരു സർക്കിള്, ഓക്കെ, അതിൻ്റെ ഒരു ക്വാർട്ടർ ടേൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25% അല്ലേ. നമ്മളൊരു 4 ക്വാർട്ടറിൻ്റെ ആക്കി ഇതിനെ കൺസിഡർ ചെയ്താൽ 25% അല്ലേ ഒരു ക്വാർട്ടർ ടേൺ. സോ 25% ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ വാല്യൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ 24. That is the line y is equal to mx plus 5 passes through that point. ഏത് പോയിന്റ്? passes through the point 1,8 അല്ലേ. ഇതിൽ പാസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ അർത്ഥം. സോ നോക്കൂ, y എത്രയാ, 8 is equal to m into 1 is m plus 5. അപ്പോൾ m എത്ര വന്നു, 3 ആണ് ആൻസർ. ഡൺ. സോ CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ കണ്ടല്ലോ. സോ 12,256 വേക്കൻസീസ് ആണുള്ളത്. സോ നമ്മുടെ പുതിയ ബാച്ചിലേക്ക്, SSCയുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ടാവും. ഓക്കെ. സോ SSC എക്സാം അപ്ഡേറ്റ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക, നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവും. ഓക്കെ. സോ അതിൽ വരുന്ന ബെനിഫിറ്റ്സ് നമ്മളിവിടെ കണ്ടതാണ്. ഡെഡിക്കേറ്റഡ് ലൈവ് സെഷൻസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, 100+ മോക്ക് ടെസ്റ്റ്, വീക്ക്ലി റിവിഷൻ ആൻഡ് എക്സാം, PDF സ്റ്റഡി മെറ്റീരിയൽ, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ്. അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് വന്നു, ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഒരു ചേഞ്ച് ചെയ്ത മെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് ആ നമ്പറിലേക്ക് ഡയറക്റ്റ്ലി ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്